ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമ്മളിങ്ങനെ സുഖമായിട്ട് പോണു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഡ്രസ്സൊക്കെ മാറി ഇന്ന് സാരി ഒക്കെ എടുത്തേക്കണേ. വേറെ ഒന്നുമല്ല, നമുക്കിന്നൊരു പരിപാടി ഉണ്ട്. വേറെ ആരുടെയല്ല, നമ്മുടെ ഡിന്നിയുടെ അനീത്തിയുടെ അന്നയുടെ എൻഗേജ്മെന്റ് ആണ് ഇന്ന്. അപ്പൊ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ തലേദിവസമായിരുന്നു മറ്റേ എന്നിട്ട് പറയാ ചന്ദന കല്യാണം, ചന്ദനം ചാർത്തല്, അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായി. വൈകുന്നേരം പോയി ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യട്ടോ. എന്താ പറയാ, ഇതിൽ പാട്ട് കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനും അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ഞങ്ങള് ഫാമിലി ഫുള്ളുമായിട്ടാണ് എൻഗേജ്മെന്റിന് പോണേ. ഇന്നലെ എന്നിട്ട് പോയിട്ട് വരാൻ അവള് പറഞ്ഞു നേരം വൈകുന്നത്. കാരണം എന്റെ കല്യാണത്തിനാണെങ്കിലും സ്റ്റേബി ഒന്നും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ കാര്യത്തിനാണെങ്കിലും ഡിന്നിയാണെങ്കിലും അന്നയാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും എല്ലാ കാര്യത്തിനും നിന്നുണ്ട്. അപ്പൊ നമ്മള് മാറി നിൽക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്തായാലും പോണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ പോയി. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോണു. പിന്നെ അപ്പന് ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അവരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ആള് റിക്കവറായി ഓക്കെ ആയിട്ടാ. പിന്നെ ഇങ്ങനെ നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷെ ആൾക്കൊരു സമാധാനം ഇല്ല. മോളുടെ കല്യാണം, മക്കളുടെ കല്യാണം ആകുമ്പോ ഏത് അപ്പനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അത് അന്വേഷിക്കണം, അതിൽ നിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആൾക്ക് പരിമിതി ഉണ്ട്. എന്നാലും ആള് അതൊക്കെ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നടക്കണമൊക്കെ ഉണ്ട്. പിന്നെ എന്നിട്ടാണ് പറയാനുള്ളത്, ഒരു വർഷം കൂടായി കല്യാണം ഉറപ്പിച്ചു. അപ്പൊ നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടന്നു. ഇവരുടെ 1 വർഷം കഴിഞ്ഞപ്പോ രണ്ടുപേരും ദുബായിൽ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അധികം ലീവൊന്നും ഇല്ലാന്ന് അവൾക്ക്. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോ പോവും. അപ്പൊ ഇന്നിപ്പോ കല്യാണ പരിപാടി അല്ല, മനസ്സമ്മത പരിപാടി. കല്യാണം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കല്യാണം ഉള്ളത്. അപ്പൊ കല്യാണത്തിനും നമുക്ക് പോണം. അങ്ങനെ വിശേഷങ്ങള്. പിന്നെ എന്തിനാണ് ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോ ഇവന്മാരെന്താക്കുന്നുള്ളത് അറിയില്ല. ഞാൻ സാരിയൊക്കെ ചേല ചുറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് 1 ലെയർ ഇട്ടേക്കണേ. എന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടേ. അതാണെങ്കിൽ ഈ സാരി ഊരാണ് നോക്കണം. അവനെങ്കിൽ അവിടെ ചൂരോന്നുള്ളതാണ് എനിക്ക് പേടി. അങ്ങനെ ഒന്ന് ചെയ്തിട്ടാ ഇന്ന് ഫുള്ള് ഒപ്പനെടുക്കും ആദ്യത്തിന്. പിന്നെ എനിക്ക് അവിടെ അവിടെ അപ്പച്ചനും അമ്മച്ചും ഉണ്ട്, ഇവിടെ അപ്പച്ചനും അമ്മച്ചും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രതീക്ഷയിലാണ് പോണത്. പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ഇതെന്താ ഞാൻ സാരി, ഞാൻ തന്നെ ഉടുത്ത സാരി കേട്ടാ. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഉടുക്കണം. ഒന്നെനിക്ക് അമ്മച്ചി ഉടുപ്പിച്ചതും, അല്ലെങ്കിൽ ഞാൻ ഡാലിച്ചി കൊണ്ട് ഉടുപ്പിക്കും. അങ്ങനെ ഇതെങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് എങ്ങോട്ടൊക്കെയോ വലിച്ചു കുത്തി ഇങ്ങനെ ഇട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പൊ ഈ മാലയും കിട്ടിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സാരി എടുത്തൊരുങ്ങുക. ഫുള്ള് ഇങ്ങനെ ഇട്ട ലുക്ക്. ഹീൽ ചെരുപ്പ് ഇട്ടാണല്ലോ. അപ്പൊ ഹീൽ ചെരുപ്പ് ഇട്ടാൽ ഇത്രക്ക് കൂടി ഹൈറ്റ് വരും. ഇത്രയുള്ള മുട്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഇങ്ങനെയോ മുട്ടി ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി മുട്ടിയിടണം. മുട്ടിയിട്ട് വീഴാണ്ടിരുന്നാ ഭാഗ്യം. കുഴപ്പമുണ്ടാവില്ല. ഇത് ഫുള്ള് പോണ്ടിയില്ലേ എന്റെ പിള്ളേരെ. അത്ര മതി. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് പാകാവില്ല എന്ന് വിചാരിച്ചെടുത്ത് വെച്ചതായിരുന്നു. പക്ഷെ ആ ബ്രൂണ് കറക്റ്റ് ഫിറ്റായി. അവരുടെ മൂക്കിന്ന് ട്യൂബ് തന്നെയുണ്ട്. കഴിഞ്ഞിട്ട് ഒലിക്കല് കല്യാണത്തിന്റെ അല്ലത് ഇടാറില്ല. ചെരുപ്പ് ഗിഫ്റ്റ് ബാഗ് നോക്ക്. അതാണ് അയച്ചിട്ട് എന്തിട്ടത് നമ്മളിത് എവിടെ എത്തിട്ടാ മനസ്സമ്മതത്തിന്റെ പരിപാടിക്ക് എത്തി. ഓ എന്തിനു കാറ്റത് സാരി ഊരി പോന്ന്. ഹസി വായു പോവാന്ന കേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. ഫുള്ള് കാറ്റില്ലേ. അതെ അവിടെ എല്ലാവരും പച്ചയുള്ള കോട് പച്ചയാ. ഹസി പച്ച, പച്ച, അമ്മച്ചി പച്ച. ഇവിടെ അങ്ങനെ ഒരു ഫോട്ടോ കാര്യങ്ങളുണ്ട്. അമ്മച്ചി ഇന്നലെ ഉറങ്ങിയില്ലേ? മുഖത്തൊരു ക്ഷീണം. വീട് മാറിയില്ല. വീട് മാറിയപ്പോ പൂർത്തിയായി. അപ്പച്ചനും ഉറങ്ങിയിട്ടില്ലോട്ടു. ഇതാണ് ഹാള്.
ഫുഡ് ഐറ്റംസ് ഒക്കെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സാലഡ് നൂഡിൽസ്, എന്തൊക്കെയോ സാധനം. വീഡിയോ കാണുന്നെന്ന് പറഞ്ഞു. സമൂസ, ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്. ആദ്യത്തിന് വേടാ അതിന് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്താൽ മതി. എടുക്കാൻ പോയിട്ട് കിട്ടിയിട്ടില്ല, ഇതൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ചെല്ലുവേ പോയി വാങ്ങിച്ചിട്ടായിരുന്നു അമ്മച്ചീന് സമൂസ. ഹസി പോലെ കോഴിക്കാല് കൊടുത്ത് എവിടെ വെക്കാ ഒന്നും തൊടിക്കണില്ല. അവർക്ക് പിടിച്ചിട്ട് കിട്ടണില്ല. അത് കൊച്ചിന് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടം. ചേട്ടൻ തുടങ്ങില്ല തട്ട് വെള്ളം കുടിക്കണല്ലേ. എന്നിട്ട് ചേട്ടൻ എന്നോട് കാണിക്കണ ബായോ ഹസി ബായോ. അമ്മിച്ചി വന്നില്ലേ? അമ്മിച്ചി അവിടെ ഇരുന്നോ? എങ്ങനെയുണ്ട്? അടിപൊളി. സ്റ്റാർട്ടിങ് സൂപ്പറായി. കൊറേ ഐറ്റംസ് ഉണ്ട് ഫുഡ്. നമ്മള് വന്നു ഫുഡ് കഴിക്കാൻ നിൽക്കാട്ടോ. അപ്പൊ സ്റ്റാർട്ടർ പൊറോട്ട, അപ്പം, താറാവ് കറി, ബീഫ് റോസ്റ്റ്, പിന്നെ ചിക്കൻ, സാലഡ്, കുറെ ഐറ്റംസ് ഉണ്ട് ഇനി ഉള്ളില്. അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇനി തുടങ്ങി ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം. കഴിച്ച് കഴിയുമ്പോ പറയാം. എന്താ മറ്റേ ഇറങ്ങിയത് ഇങ്ങനത്തെ ഒരു വണ്ടി ആയിരുന്നില്ലേ നമ്മുടെ കല്യാണത്തിന്റെ? പക്ഷെ നല്ല ഭംഗിയുണ്ട്, ലുക്ക് ഉണ്ട്. ഐസ്ക്രീം ഫുഡ് അങ്ങനെ വിചാരിച്ച പോലെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കുറെ ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ആകെ കുറച്ച് അപ്പവും പിന്നെ എന്തോ കഴിക്കാൻ പറ്റണില്ല. പിന്നെ ഐസ്ക്രീം നമുക്ക് എന്തോരം വഴിയിൽ കഴിക്കാൻ പറ്റും. അകത്ത് പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അതെ, കുറച്ച് കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴാണെങ്കിൽ അല്ല എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കൂടുതലായി ശരിക്കും. കൂടുതലൊന്നുമില്ല, കുറച്ചേരം എടുത്തുള്ളൂ. പക്ഷെ കഴിക്കാൻ പറ്റില്ല, എന്തോ മട്ടിപ്പ് പോലെ വന്നു. ഐസ്ക്രീം തന്നെ കഴിക്കാം. അതിന് രണ്ടുപേര് സ്കോർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് വഴക്കുണ്ടാക്കി കഴിയുമ്പോ ആദ്യം സോറി പറയുന്നത്? ഓക്കെ, ഓക്കെ, അത് നമ്മുടെ റൈറ്റിനെയാണ് കൈ മുന്നിട്ടുള്ളത്. സോണ സ്കോർ ചെയ്തിരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു യൂസസ് ഫോൺ മോസ്റ്റ്? ഇതിന്റെ ഓണർ ആസിയ. അയ്യോ വണ്ടി ഓടിക്കും. പാട്ടെടുത്ത എല്ലാരും കൂടി അടയ്ക്കാം. ഓരോ സ്ഥലത്തും ഈ സാരി പിടിക്കുന്നു. എന്റെ മോളെ വണ്ടി കയറല്ലേ എടുക്കണേ? ഇറക്കത്തെ കിടക്കുന്നേ. അത് വന്നില്ലേ ഹസിക്ക് ഇഷ്ടായ? കാണാൻ നല്ല എനിക്ക് നല്ല ഇഷ്ടായി. പിന്നെ ഞങ്ങളെല്ലാരും എൻജോയ് ചെയ്തു. ആദ്യം അപ്പച്ചനും അമ്മച്ചിനോട് നടന്നു വരുന്നുണ്ട്. നല്ല കാറ്റായിട്ട് ഇവിടെ, ഭയങ്കര കാറ്റ്. എങ്ങനെ നമ്മുടെ വണ്ടി എടുക്കുന്നത്? വേഗോട്ടെ ആരാ വണ്ടി എടുക്കുന്നത്? ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ നമ്മള് പരിപാടി കുറച്ച് കഴിഞ്ഞ് അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. കാരണം പിള്ളേരെ അലമ്പായി തുടങ്ങി. അബ്രുവിനും ആദത്തിന് ഉറങ്ങേണ്ട സമയമാണ് കറക്റ്റ് ഉച്ച. അതുകൊണ്ട് നമുക്ക് ഉച്ച പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് വാശി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിക്കാം. 2:30 ഇപ്പൊ നമ്മള് ഇവിടെ എത്തിയപ്പോ. അപ്പൊ വാശി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. പരിപാടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു.
പിന്നെ ആൾക്കാരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഓരോ പരിപാടികൾ, ഗെയിംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഡാൻസ് പരിപാടിയൊക്കെ ഇനി ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് നിന്നില്ല. പിന്നെ വേറെ എന്നിട്ടാണ് മോനെ എങ്ങനെയുണ്ടായി? പരിപാടി അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഹസിക്കൂടെ നമ്മുടെ അടുത്ത് മാറുന്നുണ്ടായിരുന്നില്ല. ഒരു എന്താ പറയാ, നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഹാള് സൂപ്പറായിരുന്നു. മറ്റേ ചൂടില്ലാണ്ട് നമുക്ക് പരിപാടി നല്ല എന്താ പറയാ, ഈ സമയത്ത് ഓൾറെഡി ചൂടാണ്, ഇപ്പൊ ചൂടായി തുടങ്ങിയില്ലേ, നല്ല ഇതായിരുന്നു. അതൊക്കെ നല്ല അറേഞ്ച്മെന്റ് ആയാലും എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും നല്ല ബൊഫെ കൗണ്ടറൊക്കെ ആയാലും എല്ലാതും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ കല്യാണം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടമായി. നമ്മുടെ പരിപാടികൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ പുറത്തുനിന്ന് വേറൊരു പരിപാടിക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇതുകളൊക്കെ വിലയിരുത്താൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. നമ്മുടെ അങ്ങനെ നമ്മളൊന്നും കാണില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ ഇത് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ അപ്പച്ചനും കണ്ടു. അപ്പച്ചനമ്മച്ചി പോന്നിട്ടില്ല കേട്ടോ. അപ്പച്ചനമ്മച്ചി ഇന്നലെ വന്നതാണ്. അവിടെ നിന്നു, അതുകൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ പോയിട്ടില്ല. പിന്നെ ഇവിടെ വീട്ടിൽ പെരുന്നാൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് കുറച്ചു നേരം കഴിയുമ്പോ പോകും. പിന്നെ അപ്പച്ചൻ കട പൂട്ടിയിട്ടേക്കാണല്ലോ. ഇന്നലെ കട പൂട്ടിയിട്ടാണ് പോയത്. അപ്പൊ ഇന്നും ഇത്ര നേരത്തെ കട തുറന്നിട്ടില്ല. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ അപ്പച്ചന് പോകും. പക്ഷെ അസിക്കുട്ടൻ അമ്മിച്ചിയുടെ അപ്പച്ചന്റെ കൂടെ ഒന്നും മാറുന്നില്ല കേട്ടാ. ഡിന്നിയുടെ അതാ പോവും, ഞങ്ങളുടെ കൂടെ വന്നെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു അവൻ. അപ്പൊ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ വീട്ടിലെത്തി ഇനി ഡ്രസ്സൊക്കെ മാറി നമ്മള് സ്റ്റേജിൽ കയറിയപ്പോ വീഡിയോ എടുക്കാൻ നമ്മൾ മറന്നുപോയിട്ടാ. നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തപ്പോ നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു, അത് നമ്മൾ വിട്ടുപോയി. പക്ഷെ എന്താ പറയാ, നമ്മളവിടെ കയറി അവർക്ക് നമ്മുടെ വന്നിട്ട് ആശംസകളൊക്കെ അറിയിച്ചു, വിഷസ് ഒക്കെ അറിയിപ്പിച്ചു. ഇന്ന് ഇത് ശുഭദിനായിരിക്കും, നാളെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് തമാശ പറയാണ്. അപ്പൊ അത്രയുള്ള കാര്യങ്ങള്. അപ്പൊ കല്യാണം ടോട്ടലി അടിപൊളിയായിരുന്നു. അവരുടെ മനസ്സമ്പത് ദിവസമാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് കല്യാണം, 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം. അപ്പൊ ഇപ്പൊ അവരുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണമായ മതി, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം മറ്റേ എന്താ പറയാ ബുദ്ധിമുട്ടി കാര്യങ്ങൾ, അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ശരിക്കും റിയൽ ഫൈറ്റ് തുടങ്ങണേന്ന് അവരറിയില്ലേ. ഇന്നലെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു സുദിനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഇന്നൊക്കെ സുദിനായിരിക്കും, കഴിയുമ്പോഴാണ് സുദിനത്തിന്റെ കാര്യം. അല്ല അത് നമുക്ക് നമ്മള് പറയുന്നുണ്ട്, നമ്മള് സുദിനത്തിന്റെ കാര്യം. അപ്പൊ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നുള്ള. പിന്നെ അല്ല അവരിപ്പോ കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോ നമ്മളിങ്ങനെ കാത്തിരിക്കുള്ള ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പ്, അതിനാണ് സുദിനം എന്ന് പറയാ. ആ കാത്തിരിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ പരിപാടി രണ്ടുപേരും പരിപാടി കഴിഞ്ഞതോടുകൂടി അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. പിന്നെ തല്ലൊക്കെ ഉണ്ടാവില്ലേ, തല്ലുണ്ടാവും, വിഷമം ഉണ്ടാവും, ഇതിനിടെ സന്തോഷം ഉണ്ടാവും, അതന്നെ. പിന്നെ പിള്ളേരാകുമ്പോ അതിനും രസമായിരിക്കും. അപ്പൊ അങ്ങനെ ഇതായിട്ട് തോന്നുന്നു. വളരെ അടുത്ത പാപ്പ അപ്പൊ നമ്മുടെ അപ്പച്ചൻ നന്നായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അന്നമ്മോളുടെ കല്യാണത്തിനാണ് എന്റെ പ്രതീക്ഷ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇതൊരു 4 years ബാക്ക്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് പറഞ്ഞത്. അതെ, വരാൻ പറ്റാണ്ട് സ്റ്റക്കായി പോയി. അപ്പൊ അന്നയുടെ കല്യാണത്തിന് ആള് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് മുന്നിട്ട് ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ മൈസൂർ ബാഗാണ്. അതെ, ഇത് എല്ലാവരും വന്ന് അവർക്കത് ചെയ്തു കൊടുക്കാം. ഓക്കെ, അത് ഞാൻ തൊട്ടെടുക്കുമ്പോ എല്ലാവരും നല്ലൊരു കൈയടിയൊക്കെ കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു കൈയടി, അങ്ങോട്ടും ഇങ്ങോട്ടും. തിക്കും ബഹളമൊക്കെ ആവും. ആദ്യം പോയിട്ട് കഴിക്കാം. ഓക്കെ,
പിന്നെ എന്നിട്ട് വേറെ പറയാനുള്ള വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.